നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2026 എന്ന പുതുവർഷത്തിലേക്ക് നമ്മുടെ രാജ്യം, ലോകം കടന്നിരിക്കുകയാണ്. പല പ്രതീക്ഷകളാണ് ഓരോരുത്തർക്കുമുള്ളത്. എല്ലാവർക്കും 2026 എങ്ങനെയുള്ള വർഷമാകുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും നമ്മുടെ രാജ്യത്ത് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യ ക്യാബിനറ്റ് കമ്മിറ്റി തീയതികൾക്ക് അംഗീകാരം നൽകി. ഇതനുസരിച്ച് ഫെബ്രുവരി 1 ഞായറാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. സാധാരണയായി പ്രവൃത്തി ദിവസങ്ങളിൽ നടക്കാറുള്ള ബജറ്റ് അവതരണം ഇത്തവണ ഞായറാഴ്ചയാകുന്നത് വലിയ ആകാംക്ഷയാണ് ജനിപ്പിക്കുന്നത്. ജനുവരി 28 രാഷ്ട്രപതി ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. ഇതോടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകും. തുടർന്ന് ജനുവരി 29 സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്ററി കാര്യ ക്യാബിനറ്റ് കമ്മിറ്റി 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് സമ്മേളന തീയതികൾക്ക് അംഗീകാരം നൽകിയെന്നും റിപ്പോർട്ട്. ഇതനുസരിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 ഞായറാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. അടുത്ത കാലത്തൊന്നും ഒരു ഞായറാഴ്ചയും കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയിലെ ബജറ്റ് അവതരണം കൂടുതൽ ആകാംക്ഷ ഉണ്ടാക്കുന്നതായിരിക്കുമെന്നാണ് പ്രതീക്ഷ. ജനുവരി 28 രാഷ്ട്രപതി ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുന്നതോടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകും. സാമ്പത്തിക സർവേ റിപ്പോർട്ട് ജനുവരി 29 പാർലമെന്റിൽ സമർപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ 88ാമത് ബജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന നിർമ്മല സീതാരാമൻ പുതിയ ചരിത്രം കൂടിയാകും ബജറ്റ് അവതരണത്തിൽ സ്വന്തമാക്കുക. നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഇതോടെ തുടർച്ചയായി 9 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ ധനമന്ത്രി എന്ന ചരിത്ര നേട്ടം അവർക്ക് സ്വന്തമാകും. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതിന്റെ റെക്കോർഡ് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ പേരിലാണ്. മൊത്തം 10 ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള മൊറാർജിയുടെ റെക്കോർഡിനെ തൊട്ടടുത്തെത്തുകയാണ് നിർമ്മല സീതാരാമൻ. 1959 1964 ഇടയിൽ 6 തവണയും 1967 1969 ഇടയിൽ 4 തവണയുമാണ് മൊറാർജി ഇന്ത്യയുടെ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റ് ധനമന്ത്രിമാരിൽ പി ചിദംബരം 9 ബജറ്റുകളും പ്രണബ് മുഖർജി 8 ബജറ്റുകളും വിവിധ സർക്കാരുകൾക്ക് കീഴിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 2019 നരേന്ദ്രമോദി സർക്കാർ 2ാം തവണ അധികാരത്തിൽ വന്നപ്പോഴാണ് നിർമ്മല സീതാരാമൻ ആദ്യമായി ഇന്ത്യയുടെ ധനമന്ത്രിയായത്. 2024 മോദി സർക്കാർ 3ാം തവണയും വിജയിച്ചപ്പോൾ അവർ ധനകാര്യ വകുപ്പിൽ തന്നെ തുടരുകയായിരുന്നു. ഞായറാഴ്ച ദിവസം കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് അസാധാരണമായ നടപടിയാണ്. എന്നാൽ വാരാന്ത്യങ്ങളിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് പുതിയ കാര്യമല്ല. 2025 ബജറ്റ് നിർമ്മല സീതാരാമൻ ശനിയാഴ്ചയാണ് അവതരിപ്പിച്ചത്. നേരത്തെ അരുൺ ജെയ്റ്റ്ലി 2015-16 വർഷങ്ങളിലെ ബജറ്റുകൾ അവതരിപ്പിച്ചതും ഫെബ്രുവരി 28 ശനിയാഴ്ച ദിവസമായിരുന്നു. ബജറ്റ് നിർദ്ദേശങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാൻ 2017 മുതലാണ് ബജറ്റ് തീയതി ഫെബ്രുവരി 28 നിന്ന് ഫെബ്രുവരി 1 മാറ്റിയത്. ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത് അസാധാരണമാണെങ്കിലും വാരാന്ത്യങ്ങളിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് പുതിയ കാര്യമല്ല. കഴിഞ്ഞ വർഷം ശനിയാഴ്ചയായിരുന്നു ബജറ്റ് അവതരണം നടന്നത്. നേരത്തെയും ഈ പറഞ്ഞ പല ആളുകളും ഈ ശനിയാഴ്ച തീയതികളിൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. 2017 മുതലാണ് ബജറ്റ് നിർദ്ദേശങ്ങൾ ഏപ്രിൽ മാസത്തോടെ തന്നെ നടപ്പിലാക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ തീയതി ഫെബ്രുവരി അവസാനത്തിൽ നിന്ന് ഫെബ്രുവരി 1 മാറ്റിയത്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച ശുഭസൂചനകൾക്കിടയിലാണ് 2026 ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ യഥാർത്ഥ GDP 2025-26 സാമ്പത്തിക വർഷത്തിൽ 7.4% വളർച്ച കൈവരിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു. മുൻ വർഷത്തെ 6.5%-ത്തേക്കാൾ ഉയർന്ന വളർച്ചാ നിരക്കാണിത്. ജനുവരി 7 പുറത്തിറക്കിയ ഈ മുൻകൂർ കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര ബജറ്റ് തയ്യാറാക്കുന്നത്. ഇതിനോടകം തന്നെ ബജറ്റ് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ജനുവരി 29 പാർലമെന്റിൽ വയ്ക്കുന്ന സാമ്പത്തിക സർവേ രാജ്യത്തിന്റെ കരുത്തുറ്റ വളർച്ചാ നിരക്കാണ് പ്രവചിക്കുന്നത്. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025-26 സാമ്പത്തിക വർഷത്തിൽ ഭാരതത്തിന്റെ GDP 7.4% വളർച്ച കൈവരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന പദവി ഭാരതം ഇതോടെ നിലനിർത്തും.
ജനുവരി 28 രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകും. ജനുവരി 29 സാമ്പത്തിക സർവേ പാർലമെന്റിൽ അവതരിപ്പിക്കും. ഫെബ്രുവരി 1 ഞായർ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. ബജറ്റ് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടം അതീവ രഹസ്യമായാണ് നടക്കുന്നത്. ധനമന്ത്രാലയത്തിലെ നോർത്ത് ബ്ലോക്കിൽ ഉദ്യോഗസ്ഥർ പുറം ലോകവുമായുള്ള ബന്ധമെല്ലാം വിച്ഛേദിച്ച് ബജറ്റ് തയ്യാറാക്കുന്ന തിരക്കിലാണ്. ബ്ലൂ ഷീറ്റ് എന്ന് വിളിക്കപ്പെടുന്ന അതിരഹസ്യ രേഖകളുടെ കാവലിൽ ഹൽവ ചടങ്ങിന് ശേഷം ഉദ്യോഗസ്ഥർ പൂർണ്ണമായും മന്ത്രാലയത്തിനുള്ളിൽ തന്നെയാണ് കഴിയുന്നത്. ആദായ നികുതി ഇളവുകൾ, ഇടത്തരക്കാർക്കുള്ള ആശ്വാസ നടപടികൾ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയവയ്ക്കും ഈ ബജറ്റിൽ മുൻഗണന ലഭിക്കുമെന്നും കരുതപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7.4% ഉയരുമെന്നാണ് പ്രാരംഭ കണക്കുകളും സൂചിപ്പിക്കുന്നത്. അടുത്ത ഘട്ട സാമ്പത്തിക പരിഷ്കരണം എന്നോണം കസ്റ്റംസ് നികുതി പരിഷ്കരണം നടപ്പാക്കാനാണ് ശ്രമം. ആദായ നികുതിയും GSTയും പോലെ കസ്റ്റംസ് നികുതിയും കൂടുതൽ ലളിതവും സുതാര്യവുമാക്കും. കഴിഞ്ഞ 2 വർഷത്തിനിടെ നിരവധി ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് നികുതി കുറച്ചിരുന്നു. ഇനിയും കുറയാനുണ്ടെന്ന് വ്യക്തമാക്കിയ നിർമ്മല, ഇന്ത്യ നടപ്പുവർഷം 7% കുറയാത്ത GDP വളർച്ച കൈവരിക്കുമെന്നും പറഞ്ഞു. ഏതൊക്കെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതിയിലാകും മാറ്റം കൊണ്ടുവരികയെന്ന് നിർമ്മല വ്യക്തമാക്കിയില്ല. വാഹന ഇറക്കുമതിക്ക് ഇന്ത്യ കനത്ത നികുതിയാണ് ഈടാക്കുന്നതെന്ന പരിഭവം പല കമ്പനികൾക്കുമുണ്ട്. ഇതിലുൾപ്പെടെ കേന്ദ്രം ഇളവുകൾ നൽകുമോ എന്നാണ് ഏവരും കാതോർക്കുന്നത്. ഏതായാലും ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ബജറ്റാണ് ഇത്തവണത്തേത്. ഒന്നാമത്തേത് നിർമ്മല സീതാരാമൻ ചരിത്രം കുറിക്കുകയാണ്. അത് ഒരു ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നു. മുൻഘട്ടങ്ങളിലെല്ലാം തന്നെ ശനിയാഴ്ച വരെ ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഞായറാഴ്ച അവതരിപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. മാത്രമല്ല, ഏറെ സാമ്പത്തിക വളർച്ച ഇതിനോടകം നമ്മുടെ രാജ്യം കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ബജറ്റ് തന്നെയായിരിക്കും. ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇളവ് ഇനി കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകാൻ പോകുന്നത്, ഏതൊക്കെ മേഖലകളിൽ ആനുകൂല്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോകുന്നത് തുടങ്ങി ആകാംക്ഷഭരിതമായിട്ടുള്ള പല കാര്യങ്ങളും ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് എന്തായിരിക്കും എന്നുള്ളത് അറിയാനായിട്ട് ഇനി ഫെബ്രുവരി 1 വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിലെ ബജറ്റുകളിലെല്ലാം തന്നെ സാധാരണക്കാർക്ക് ധാരാളം ഉപകാരപ്രദമാകുന്ന പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണത്തെ ബജറ്റിലും അതെല്ലാം തന്നെ ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ എന്തായിരിക്കും, ഏതൊക്കെ വിഭാഗങ്ങൾക്കായിരിക്കും വേർതിരിച്ച് നൽകിയിട്ടുണ്ടാവുക എന്നുള്ളത് കൂടി ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഫെബ്രുവരി 1 ചരിത്രം കുറിക്കാനായി നിർമ്മല സീതാരാമൻ എത്തുകയാണ്. പലപ്പോഴും നിർമ്മല സീതാരാമന്റെ കേന്ദ്ര ബജറ്റ് അവതരണം ഏറെ ശ്രദ്ധ നേടാറുണ്ട്. അവർ ധരിക്കുന്ന അന്നത്തെ വസ്ത്രത്തിൽ പോലും പല രീതിയിലുള്ള അർത്ഥങ്ങളും മാനങ്ങളുമുണ്ട്. ഇത്തവണയും അതൊക്കെ തന്നെ പ്രതിഫലിക്കും. നമ്മുടെ രാജ്യം ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ട്, ഇനിയും മുൻപോട്ട് പോകാനുണ്ട്. അതിന് ഇത്തവണത്തെ ബജറ്റ് ഏറെ സഹായകമാകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല.